മൂഷികവാഹനമോദകഹസ്ത ചാമരകർണവിലംബിതസൂത്ര വാമനരൂപമഹേശ്വരപുത്ര വിഘ്നവിനായകപാദനമസ്തേ. ഓം ഗം ഗണപതായേ നമഃ. ഓം ഗം ഗണപതായേ നമഃ. ഓം ഗം ഗണപതായേ നമഃ. ഓം ശ്രീ വാൽമീകി മഹർഷേ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നേ മുത നാവിന്മേ നടഞ്ജനേ. കേണാങ്കനേതാകാനനേ ദിഗംബരം. വാരിജോൽഭാമുഖ വാരിജവാസേ. ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. പാരിദേവതാവലി തോന്നണം കാലകാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. യുദ്ധകാണ്ഡത്തിലെ ശുകബന്ധനമാണ് ഇന്ന് വായിക്കുന്നത്. രക്ഷോവരനായ രാവണൻ ചൊൽകിയാൽ തൽക്ഷണേ വന്നു ശുകനാ നിശാചരൻ. പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാൻ സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ. ഭാസ്കരധുനോ പരാക്രമവാരിതേ. ഭാനുധനേനാം ഭാഗ്യതയാംബുദേ. വാനരരാജ മഹാകുല സംഭവ. ആദിതേന്ദ്രയാ സുതന അനുജനാകിയാൽ ഭ്രാതസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോട് വൈരം എനിക്കേതുമില്ല, മറ്റൊന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാ രാമഭാര്യാവഹം വ്യാജേന കൊണ്ടുപോകുന്നതെന്തിനേതുതേ. മാർക്കനസേനയോടു മതിവിദ്രുതം കിഷ്കന്ധയാ നഗരിക്ക് പോയിക്കൊള്ളുക നീ. ദേവാദികളാലാപ്യപ്രാപ്യമായെന്നു കേവലമെന്നുടേ ലിംഗാപുരമിടൂ. അല്പസാരന്മാൻ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥം എന്തെന്നു കാട്ടുന്നതെന്നോടിവിടെ വന്നന്തകാരം നിനച്ചിടായിക നീ വൃതം. ഇത്തം ശുഗോത്തികൾ കേട്ടു കപികുല മൊത്തമായി ചാടി പിടിച്ചാനതി ദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനദി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു കാരുണ്യവാരിതേ. രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ. നാഥാധർമ്മത്തെ രക്ഷിച്ചുകൊള്ളണമേ. വാനരന്മാരെ നിവാരണം ചെയ്യുകാശു മാനവീര ഹതോഹം പ്രഭാഭിമാം. ഇതം ശുക പരിദേവനം കേട്ടോരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ. വാനരന്മാരെ വിലക്കിനാനും നേരമാനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗന്ധത.
ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടതങ്ങൂ ദശഗ്രീവനോടതു ചൊല്ലിയിടകെന്നതു കേട്ടു സുഗ്രീവനും. ചൊല്ലിനാനാശുകനോട് സത്രം ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലേണമാശു സപുത്രബലാനിതം ശ്രീരാമപത്നിയെ കണ്ടുകൊണ്ടിടിനാം. ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്ക് കിഷ്കിന്ധയ്ക്കു രണ്ടിലതെന്നു ചെന്നു ചൊല്ലേടു നീ. അർക്കാത്മജ്യോതികൾ കേട്ടു തെളിഞ്ഞളവർക്കനായോത്ഭവൻ താനും അരുൾ ചെയ്തു വാനരന്മാരെ ശുകനെ ബന്ധിച്ചു കൊണ്ടു ഞമിഴിഞ്ഞത്ര കാത്തുകൊണ്ടിടുവണ്ണു ഞാനുര ചെയ്തേക്കായ്ക്കാവതെന്നും ആനന്ദമോട് അരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവെട്ടു കാത്തു കൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പോണ്ടാ കബീബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്ഥനായ രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ളവണ്ണം അത് കേട്ടൊരു രാത്രിഞ്ചരാശനാകിയ രാവണനാർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താനിതം ചീർത്തകേതത്തോട് ദീർഘമായ ഏറ്റവും വീർത്തുവായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. സേതുബന്ധനം. തൽക്കാലം അർക്കകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാഭിഭീഷണം തന്നോടും ലക്ഷ്മണോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്കാൻ നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തു കേട്ടവരവേ ഒരു ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൻ. ദേവപ്രവരനായി ഒരുവരനെ സേവിക്കമേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നിതു തോന്നിയത് അങ്ങനെ തന്നെ അർണവതീരെ കിഴക്ക് നോക്കി തൊഴുതു അർണോജലോചനയാകി രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ. ഭക്തി പൂണ്ടത്രയും 3 അഹോരാത്രം വാസിച്ചതിങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളകീല വാരിതിയും അതീഹ്രോധന രക്താന്ത നേത്രനാം നാഥനും. കൊണ്ടുവാ ചാപബാണങ്ങ് നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി വീടുന്നതല്ലെങ്കിൽ ആർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതിയപൂർവന്മാർ വർത്തതും ഇന്നു ഞാനല്ലാതെയാക്കുവാൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകൂലമെന്നീ വാഴികയിലൊന്നുമേ നഷ്ടമാക്കിയിടുവാൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ അർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണവൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മാക്കിയിടുവാൻ വാരാനിധിയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വിരൂഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും അധ്യയം ശോഭിച്ചു മിട്ടാൽ കവിഞ്ഞു ഉത്താംഗമയ തരകാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്യതത്യുഗ്ര നക്ര നിമിഷ്ടാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജ ഹസ്തങ്ങളിൽ പരിഗ്രഹരത്നങ്ങളും വിത്രസ്നാരാമപാദാന്തികെ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനായ രാമനെ ഭക്തി വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോകപാലഃ ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു നഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൈലസ്ത്യനാശനാം ത്രാഹിമാം ത്രാഹിമാ രാമ രമാവതേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവിടി സൃഷ്ടിച്ചത് ഏറ്റവും ജഡസ്വഭാവങ്ങളായി കഷ്ടമിതാർക്കു നീക്കാവുതവാപദം പിന്നെ വിശേഷിച്ചതിലും ജഡത്തമായി തന്നെ ഭവാൻ പുനരൊന്നു നിർമ്മിച്ചതും. മുന്നേ ഫലനിയോഗ സ്വഭാവത്തെ അന്യതാ കർത്തുമാരായുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭു. താമസമല്ലോ ജഡത്തമാകുന്നതും കാമലോപാധികളും താമസഗുണം. മായാരഹീതനായ നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭഗവാൻ
കാരണപുരുഷനെ ഗുണാത്മാവുമായി അപ്പോ വിരാട്ടങ്ങളിൽ നിന്നു ഗുണങ്ങളാൽപ്പനരായതു ദേവാദികൾ തത്ര സത്വത്തെങ്ങ് നിന്നല്ലോ ദേവകൾ തത്ര ജോ ഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോ ഭൂതനായി ഭൂതപതി താനും ഉത്തമ പുരുഷ രാമാദയാനിധി മായാചനാലീല മനുഷ്യായി നിർഗുണനായ മായാഗുണങ്ങളെ കൈകൊണ്ട നാരദം നിർഗുണനായി സദാ ചിതജ്ഞനായി ഒരു നിഷ്കളങ്കനായി നിരാകാരനായി ഇങ്ങനെ മോശതനാ നിന്തൊരു തടി തന്നെയും മൂർഖനാ ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകന്മോർക്കിൽ പ്രഭൂണാഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാവിതാലകൂടുന്നതാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണാപുരുഷൻ കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹിമേ സന്തതം രാമാലങ്കമാർഗമാശൂതദാന്തിമേ ഇത്തം വണങ്ങി സുതിച്ചവരനോട് ഉത്തമ പുരുഷം താനുമരുൾ ചെയ്തു ബാണം മതീയമേ മതീനിഹ വേണമൊരു ലക്ഷ്യമെന്തെന്നതുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടി തരേണം എനിക്കു വാരാനിധി അർണവനാഥനും ചൊല്ലിനന്നേരം അന്യൂന കാരണ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാദിശിമത്തീരഭൂതലേ ചിത്രധൂമാ കുലദേശാം സുഭിഷ്ടതം അത്ര പാപാത്മാക്കളുണ്ടു നിശാചരത്രയം ഭാരമുദ്ബുദ്ധിച്ചിടുവോർ വേഗാൽ അവിടേക്ക് അയക്കബാണം തവ ലോകപാരകമായതു നിർണയം രാമനും ബാണമായ ചാനതു നേരമാമയം തേരിടുമാഫിര മണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണിലും പൂക്കിനാഥരാൽ ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി തൽപ്രദേശവും തഥാ തൽദൂഷദേശവും ഒന്നുമുട്ടും തൽദേശവും വന്നു തൊട്ടത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലമെന്നേ മജ്ജലേ സത്തരം സേതുബന്ധിക്കാന്നളഞ്ഞ കബീപരനേതുമേവനൊരു ദണ്ഡമുണ്ടായി വരാം വിശ്വകർമാവിന്മകനാവകയാൽ വിശ്വശില്പക്രിയാതൽപരനെത്രയും വിശ്വദുരിതാഭരണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളിടിനാൽ സന്തുഷ്ടനായൊരു രാമേന്ദ്രം തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടാൻ അഞ്ജനെ ചെയ്തതു സത്യസേതുബന്ധനെ തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്തരം പർവ്വതതുല്യ ശരീരങ്ങളാകിയ ദുർവാര വീരമെന്ന കവികളും സർവ്വദിക്കെങ്കിലും നിന്നു സരഭസം പർവ്വതാപാഷണ പാതാപജലാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തരൂതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിയ നേരെ ശതയോജന അതാമായുടെ നീരഞ്ജയോജന വിസ്താരമാമണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധു രാമഭദ്രനാഥാശ്വതി ജഗദീശ്വരം വ്യോമകാമോഹേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്തു ശോഭനമായ മൂർത്തിനെ സംസ്ഥാപ്യ പാപാഹരമായ ത്രിലോഹിതാർത്ഥമേ പൂജിച്ചു വന്ദിച്ചു ഭക്ത്യ നമസ്കൃത്യ രാജീവലോചനമേവം അരുൾ ചെയ്തു യാതൊരു മത്തിനൂടെ വന്നാതിരാൽ സേതുബന്ധവും കണ്ടു രാമേശ്വരനെയും ഹത്യ ഭജിക്കുന്നു ഇപ്പോൾ അവൻ ഹത്യാദി പാപങ്ങളോട് വേർപ്പെട്ടതീ ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുഖ്യം വന്നിടുമല്ലൊരു സംശയം സേതുബന്ധത്തെങ്കിൽ മജ്ജനവും ചെയ്തു ഭൂദേശനായ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരണാസി പോക്കു ഗംഗേ സ്നാനവും ചെയ്തു ജലശ്രമം ഗംഗാസലീലവും കൊണ്ടുവന്നാതിരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാം ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനവും ചെയ്യുന്ന മർത്തിനോട് സായുജ്യം വരുന്നതിൽ ഒരു സംശയം എന്നരോ ചെയ്തു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാജന നളഞ്ഞും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിന വിദ്രുത മന്ത്രി പാഷാണത്തൊരുക്കളാൽ അതിനെ തീർത്തു 14 യോജന തീർന്ന് 21 യോജന പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 23-ാം 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായുധം ചഞ്ചലമെന്ന് തീർന്നൂരനന്തരം സേതുവന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിന മാരുതി കണ്ടേ കരേറി രഘൂത്മൻ താരയാ കണ്ടേ സുമിത്രാധനേനും ആരുഹാ ചെന്നു സുബേല ജല മുകളേറിന വാസുരാവാൻ്റെ സേനയോടും ദ്രുതം ലങ്കാപുര
ലോകശാസനയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണ്ണമയദ്വജ പ്രാകാര തോരണ പൂർണ്ണം മനോഹരം പ്രസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിവഗോപുരം ജ്വാലാപരികശതഗ്നിസമന്വിതം പ്രാസാദമൂർത്തിനി വിസ്തീർണദേശേ മുത വാസ്തവതുല്യപ്രഭാവേന രാവണം രത്നസിംഹാസനെ മന്ത്രഭീസുസുങ്കലേ രത്നദണ്ഡാതപതത്രരൂപശോഭിതേ ആലവെട്ടങ്ങളും പെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടുവീച്ചു നീലശൈലാഭാന്തശകിരീടോജിലം നീലമേഘോപം കണ്ടു രഘൂത്വം വിസ്മയം കൈകൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിമഗ്നായ ഒരു ശുക്രാസുരം തന്നെ വിരവോടയിക്കാമടിയാതെ ചെന്നു ദശദിഗ്രീവനോട് വൃത്താന്തങ്ങളെന്നറിയാതെ അറിയിക്ക വൈകാതെ. രാവണ ശുക സംവാദം എന്നരുൾ ചെയ്തു കേട്ടു തൊഴുതമൻ ചെന്നു ദശാനൻ തന്നെ വണങ്ങിന പന്തിയ മുഖവനും അവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചെൽകടോ വാനേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ച വിമാന വിരോധം വരുത്തിയോരു തവ ക്ഷീണബലം കരന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടോ രാത്രിഞ്ചിരോത്രി കേട്ടു സുഖൻ പരമാർത്ഥം ദശാനോട് ചൊല്ലിനാം രാജപ്രഭാര ജയ ജയ മോശോപദേശമാർഗിണ ചൊല്ലിയിടുവാൻ സിന്ധൂതൻ ഉത്തര തീരോപതി ചെന്നോരന്തരമെന്നേ ഞാൻ തപാവാക്യങ്ങൾ ചെന്നേ നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളയുവാൻ തുടങ്ങും ദശാന്തരെ രാമ രാമ പ്രഭു പാഹി പാഹി ഞാനാമേമ്പുട് കരഞ്ഞ നാദം കേട്ടു ദൂതനവ്യനായ പിന്നെ ഇപ്പനാദരവോടരുൾ ചെയ്തു ദയാപരൻ വാനവരന്മാരും അയച്ചതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നു മാനവ വീരാനനുജ്ഞാസാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടു കൊന്നുകീലില്ല ഇലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുവാം രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കിനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കണ്ടു കൊണ്ടന്ധനായി പോന്നിങ്ങിയിരുന്നു കൊണ്ടുപോവാൻ പോരും അതിനുമെല്ലാം മെങ്കിലെന്നോട് പോരിനായിക്കൊണ്ടു പുറപ്പെടുകാശു നീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുന്നുള്ളിൽ വന്നിങ്ങു പോക്കോരു രോഷവും ആശു തീർത്തിയിടുവാൻ നത്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തരെന്നായിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നിളിനാൻ എന്നുടെ സോദരം തന്നോട് കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം നിരണാങ്കണേ കണ്ടുകൊണ്ടല്ലോ സംഖ്യമ്പലം ദശ കണ്ട പ്രഭു കവി പുങ്കവാപാലിതം പർവ്വസന്നിഭന്മാരെ വാനരൂർവി കുലങ്ങവേ ഗർജനവും ചെയ്തു സർവ്വലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. പല്ലങ്കാപുരത്തെ നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടും നിരുവുക്കളെ നേരാക്കുവായിരുന്നു ഏറ്റുവാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു കൊണ്ടു അവനോട് നീലനാം സേനാപതി വന്യമന്നന്തരം അങ്കദനാം കുമിളിയ രാജാവതി ഞങ്ങേതു പത്മകിഞ്ചൽ കസുമപ്രവൻ വാൾ കൊണ്ടു ഭൂമി തച്ചങ്ങനെ ബാലിതൻ നന്ദനാദൃശ്യാങ്കോപോ പവൻ തൽപ്രാശീമനി നിൽക്കുന്നതു വാദാത്മജം തൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയം സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവരുഗ്രനാചേതൻ രജതസമാപ്രവൻ രംഭനെ തങ്ങവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരവൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തൻബി വിവീതനും വൃന്ദാരവൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവ് നളനതെങ്ങേതുമേ ബോധമേറും വിശ്വകർമാവു തന്മകൻ താരൻ പനസൻ കുമുദൻ വിനിതൻ വീരൻ വൃഷവൻ വികടൻ വിശാലനും മാരുതി നൻപിതാവാകിയ കേസരി ശൂരനായിടം പ്രമാദിതബലി സാരനാഞ്ചാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവേൻ ഗവാശനും ശൂരൻ രതിമുഖൻ ജ്യോതിർമുഖനദി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും ഭ്രുവോ. ഇത്തരം വാനര നായകന്മാരു 27 കോടി ഉള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്ക 21 വെള്ളം പടയുമുണ്ടവർക്കല്ലാതെല്ലാം ദേവാരികളെ കൊടുക്കുവാനായി വന്നു. ദേവാശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മനുഷ്യനല്ലാതെ നാരായണനാംബരൻ
പുരുഷോത്തമൻ, സീതയാകുന്നത് യോഗമായ ദേവി, സോദരൻ ലക്ഷ്മണാനന്ദനും, ലോകമാതാവും പിതാവും ജനകാജ, രാഘവന്മാരെന്നറിയ വഴി പോലെ വൈരവന്മാരോട് സംഭവിച്ചിടുവം. കാരണമെന്തെന്നോർക്ക നീ മനസ്സേ, പഞ്ചഭൂതാത്മാവായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചാത്മാതത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി. മാംസഭേദോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമ ദുർഗന്ധം എത്രയും ജ്ഞാനെന്ന ഭാവം അതിങ്കിലുണ്ടായി വരും. ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്ക് തോർക്ക നീ ഹന്ത, ജഡാത്മകമായ കായതിങ്കത്തിലൊരന്താസ്തി ഭവിക്കുന്നതു ധീമതാം. യാതൊന്നും മൂല ബ്രഹ്മഹത്യാദിയാം വാദ കൗതുകങ്ങൾ കൃതങ്ങളാവുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടും രോഗാതിമൂലമായി സമ്പദിക്കുന്നിടം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനൊന്ന് കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ ആവശ്യാദേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമൂഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകിയ ദേഹാഭിമാനം കളയുക നീ. ആത്മാവ് നിർമ്മനാവയനാഥയാത്മനാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെയിലേക്ക് നീ കേവലം. പുത്രധാരാത്തഗ്രഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഠമായതും പ്രാപിച്ചതാഹന്ത പിന്നെ തിച്ചതും മന്ദിതും കർണഭൂവാമത്ത ഭാരതാണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം. ധന്യനായുള്ളവർ നോർക്കുക മഹാമതേ, പൗരസ്തപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ, ത്രൈലോകസമ്മതൻ ഘോരതപോധൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്തസംഘങ്ങളും നന്നായി പരിധരിച്ചിടുക മനസ്സേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്ന ആത്മാ പരനദ്വയം. സീതയെ രാമന് കൊണ്ടുകൊടുത്തു തൽപാദ പത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാവിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിൽ ആശ കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലല്ലോ ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു. നല്ല ജനത്തോട് ചോദിപ്പു കേൾക്കടോ. രാമേതി ജപിച്ചുകൊണ്ട് ആമയും വേറിട്ട് സാധിക്കാം മോശവും. സത്സംഗത്തോട് രാമചന്ദ്രൻ ഭക്തവത്സലം ലോകശോരണം ശരണതം ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാവബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിമുണം വിഭീഷണ സേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൽകിലോ മുത്തുവന്നിടും അതിനില്ല സംശയം. ഇത്തം ശുഖവാക്യമജ്ഞനാനാശനം ശ്രുദ്ധ്യാദിശാസനം ക്രോധതാമ്രാശനായി വ്യക്തനായി പോകും ശുഖനെന്ന് തോന്നും അത്യന്തരോഷണ നോക്കിയൂര ചെയ്താൻ. ഭൃത്തനായുള്ള നിശാചരനെ പോലെ നിസ്ത്രമം ശിക്ഷ ചൊല്ലുവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കാരുണ്ടു കാരുണ്യം എനിക്കതു കൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതൻ മുന്നിൽ നിന്നാശുമറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പ് നീ കൽക്ഷണം നിൽക്കലോ വന്നുകൂടും മരണം നിനക്കെന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം പൂക്കൻ നേടിനാൻ. ശുഗന്റെ പൂർവ്വവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാരണത്തെങ്കിൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളെ പ്രധാനത്വവും കൈകൊണ്ടു. ദേവകൾക്ക് അഭ്യൂതാർത്ഥമായ നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടു യാഗാദികർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൽ യോഗം പരിധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യൂർത്ഥാർത്ഥിയ രാക്ഷസ നിന്ദപരനായി വരും ദശാന്തരേ നിർജ്ജല വൈരികുലശ്രേഷ്ഠനാകിയാം. വ്രജദംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തൊന്നു നല്ലോ ശുഖാവകാരത്തിനന്തരം പാർത്തിരിക്കും വിധോ. കുംഭോത്ഭവനാമഗസ്ത്യൻ സുഖാശ്രമേ സമ്പ്രദനായൊരു ദിവസം ബലാൽ സംഭോജിതമാമഗസ്ത്യതബോധരൻ സംഭോജനാർത്ഥം നിമന്ത്രനാകിയ. സന്നോദം ഗതേ മുനോ കുംഭോത്ഭവനേ തഥാ യാതുധനാഥുവൻ വജ്രദംഷ്ടാശ്രം ചെന്ന് അഗസ്ത്യാരുവം ധരിച്ചന്തര ചെന്നാശുകനോട് മന്ദഹാസാനിതം. ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയിട്ടുണ്ട് ഇഷ്ടമായി ഉണ്ണേണമെന്ന് നമുക്കിടൂ.
ചാകമാംസം വേണമല്ലോ കറിയമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്വൻ എന്നളവേശുകൻ പത്നി ഉണ്ടതാ ചൊന്നാന്നങ്ങനെ എന്നവളവും ചൊന്നാൽ മധ്യേശുക പത്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടാൻ മായ മർത്തമാംസം വിളമ്പിക്കൊടുത്തമ്പോട് തത്രേവ വജ്രദംഷ്ടനം മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്ര വാരുണിയും കൃത്നാ ക്ഷിപ്രം ശുഗനെ ശപിച്ചതു മർത്തരെ ഭക്ഷിച്ചു രാഷ്ട്രനായിടു വൃത്തിയിൽ വാഴുക മത്തോപമൈഫാൽ ഇത്തം ശപിച്ചതു കേട്ടു ശുഗം താനും എത്രയും ചിത്തമെന്തോരു കാരണം മാംസോത്തരം ഭുജിക്കണം എനിക്കെന്നു ശാസന ചെയ്തതായത് മറ്റാരുമല്ലോ പിന്നെ അതിന്നു കോപിച്ചു ശപിച്ചതു മിന്നുടെ ദുഷ്കർമ്മം എന്നേ പറയാവും ചൊല്ലുചൊല്ലന്തു പറഞ്ഞതു നീ സഖേ എല്ലാ വൃത്താന്തം എന്നോട് ചെല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജന്നത്തിനെഴുന്നള്ളിയ ശേഷം ഈ ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസ സംനതം വേണം മഞ്ജസ ഞാനതു കേട്ടതു ചെയ്തതും ഇത്തം ശുഗോത്തെ കേട്ടൊരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തം ഉൾക്കാമ്പ് കൊണ്ടു കണ്ടൊരളവുൾ താപമൂടരുൾ ചെയ്താൻ അഗസ്ത്യനും വാഞ്ചിതന്മാരായ വയംബതാ യാമി സഞ്ചാരികൾ ഇത് ചെയ്തതു തന്നെയും ഞാനും അതി മൂടന ചമഞ്ഞേൻ ബലാ ലൂനം ബലാവധി തന്മതാമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സദ്യപ്രസാദനല്ലോ നീമോമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായ ശാപമോഷവും നൽകുവാൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വെച്ചുകൊള്ളും ദൃഢം രാവണഭൃതനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നാരാകുലം എന്നീ ലങ്കാപുരാന്തികെ നാലുപുറവും വളഞ്ഞിരിക്കുന്ന ഒരു കാലം വസ്തമറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനന്നു നീ ചെന്നു വണങ്ങുവാൻ രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നും അറിയാതെ പോയി ചെന്നു രക്ഷമുഖൻ തന്നോട് ചൊല്ലുക രാവണ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായവരും പുനരാശു നീ രാക്ഷസാഭാവം അശേഷം ഉപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം ഇത്തം അനുഗ്രഹിച്ചത് കലോശോത്ഭവൻ സത്യം തപോധന വാക്യം മനോഹരം. മാല്യവാന്റെ വാക്യം. ചാരനായൊരു ശുഗൻ പോയ നേരം കോരനാരാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണമാധവ താൻ പിതാക്കിന് രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനും ഇരുത്തിയതോജിതം കൈകസീതാതന്മാതിമാൻ വിനീതവൻ കൈകസീനന്ദനൻ തന്നോട് ചൊല്ലിനാൻ ചെല്ലുവാൻ ഞാൻ തപാ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കുക ദുർനിമിത്തങ്ങളെ ജാനകീലങ്കേ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടിയിലെയോ അതേ ഹേതുക്കളായി ദശ കണ്ട പ്രഭോ നീ നിരൂപിക്കാ മനസ്സേ ദാരുണമായി ഇടുവെട്ടുന്നതിനഹം ഘോരയും ചെയ്ത ദൂഷ്ണമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാങ്കാളിയും ഘോരദ്രഷ്ടാനിതം നോക്കുന്ന ദിക്ക് ചിരിച്ചു കാണാകുന്ന ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർ ജനനോട് വണങ്ങുന്നു ഘോരോഷാനകുലങ്ങളോട് വണ്ണമേ പന്നകശാലയും ഗരുഡനോടും നിന്നെ തീർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായി ഏറ്റം കരാള വിഘടനായി വർണ്ണവും പിങ്കല കൃഷ്ണനായ വസന്തതം കാലനെയുണ്ടു കാണുന്നതെല്ലാടും കാലമാപത്തിനുള്ളോതിന്നതു നിർണയം ഇത്തരം നിർനിമിത്തങ്ങളുണ്ട് അതിന് അത്രയോ ശാന്തിയെ ചെയ്തു കൊള്ളണമേ വംശത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഏതുമേ സംശയമെന്നേ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ച് വന്ദിക്ക വൈകാതെ രാമനാകുന്നു വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം തേച്ചു ഭജിച്ചു കൊൾക്കാതേനാം പരമാത്മനാമയം ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരനാവാരാനിധിയെ കടക്കുന്നു യോഗികൾ ഭക്തി കൊണ്ട് അന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പദ്യം നിനക്കത് ചിന്തിക്കാം മനസ്സേ സന്താനപുറം ദശമുഖൻ തന്നോട് ശാന്തനാ മാല്യവാൻ വംശാർത്ഥമായി ചെന്നതു കേട്ടു പറഞ്ഞു ദശമുഖൻ പിന്നെ മാല്യവാൻ തന്നോട് ചൊല്ലിനാം മാനവനായ കൃപണനാ രാമനെ മനസ്സേ മാനി പതിനെന്തു കാരണം മരക്കടാലംബരം നല്ല സാമർത്ഥ്യം വിലോർക്കുന്നവൻ ജളനത്രയും രാമോൻ നിയോഗിക്കാം ഒന്ന് തന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേർത്ത പോലെയും ഇനി വേണ്ടെന്നാൽ ചാരത്തു ചൊല്ലിവിടുന്നുണ്ട് നിർണയം വൃത്തൻ ഭവാൻ അതിസിഗ്നാമിത്രമിത്തോത്തിൽ കേട്ടാൽ പൊരുത്തുകൂടാതുടം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായ ദശഭദ്രനും പ്രസാദമൂർധനീ കരേറിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സ്വസ്തി പ്രജാഭി പരിപാലയന്ത ന്യായേന മാർഗേണ മഹീമഹീശ
ഗോബ്രാഹ്മണേഭ്യः ശോമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവം കരോമി യത്തെ സകലം പരസ്മൈ ശ്രീമന്നാരായണാദി സമർപ്പയാമി. യതശ്ചരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമതാം ദേവം നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരക്താനി ക്ഷമസ്യാ പുരുഷോത്തമ. ഹരി ഓം. ഈ രാമായണ വായന കേൾക്കുന്ന എല്ലാവർക്കും രാമൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ.